ഇവളിലൂടെയാണ് ഈ ചേട്ടൻ പരിചയപ്പെട്ടത്. കേറിയിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക്? ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. വണ്ടിന്റെ ഫീൽഡ് തന്നെയാണ്. വണ്ടി ഫീൽഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ വണ്ടിയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് പാലക്കാട് ലക്കിടിയിലെ നെഹ്റു കോളേജിലാണ്. നെഹ്റു കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പം ലത്തി ബ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ായിട്ട് കാണുന്നത് മെട്രോൺസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രോൺ എക്സ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോളാണ് കാണുന്നത്. ഇവിടെ ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡ്രോണും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ടൈം ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ രാവിലെ വന്നതായതുകൊണ്ട് ഇവരെല്ലാം സെറ്റ് ചെയ്യുന്ന ആയിട്ടുള്ളൂ. ഇവിടുത്തെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തതരമായിട്ടുള്ള റോബോട്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു വെറൈറ്റി ഒരു ചിലന്തി നിൽക്കുന്നത്, ഒരുപാട് റോബോട്ടുകളുണ്ട്. റോബോട്ടാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ ഒരു ചേച്ചീനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതും ഈ റോബോട്ട് ഐറ്റംസിൽ പെട്ട തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു പാമ്പുണ്ട്. പിന്നെ ഗാന്ധിജിൻ്റെ ആ ഒരു സംഭവമില്ല, ചർക്ക, അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പാമ്പുണ്ട്, അതും ഡിസ്പ്ലേ ആണ്. ചിലന്തി, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഒരു സംസാരം കേൾക്കുന്നുണ്ടാവും. അത് ഇവിടുത്തെ FM ആണ്. FM റേഡിയോൻ്റെ ഒരു പ്രോഗ്രാമും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സൗണ്ട് കിട്ടുക. ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ ക്യാമ്പസ് ലൈഫ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ടൈമിൽ അതൊന്നും വലിയൊരു കാര്യമൊന്നും ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതും ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടാണ്. അടിപൊളിയാണ് കേട്ടോ പണ്ടത്തെ ലൈഫ്. ഇപ്പം ഇവര് എന്താ പറയുക, മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ അടിപൊളി പരിപാടിയാണ്, വലിയൊരു പരിപാടിയാണ്, വലിയൊരു ഇവൻ്റാണ് സത്യത്തിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റോളുകൾ ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ മോട്ടോ എക്സ്പോ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ വരുന്നത്. അവിടെ നിന്ന് ആരൊക്കെ കുട്ടികൾ എക്സ്പോ കാണാൻ വന്നവരുണ്ട്. അവരിങ്ങനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾ എക്സ്പോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ, സുഖം. അങ്ങനെ നമ്മൾ ഇതിന്റെ മുകളിൽ ഓഡിറ്റോറിയത്തിലാണ്. ISROന്റെ ഒരു സ്റ്റോൾ. ഇതിൽ സ്റ്റോള് മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എയർ ഗൺ ആയിട്ടുള്ള പരിപാടിയാണ്. എയർ ഗണ്ണ് 8 ആളെ വെച്ചിട്ട് 4 ആൾ അപ്പുറം 4 ആൾ ഇപ്പുറം നിന്നിട്ട് ഗണ്ണ് ചെയ്യുന്ന പരിപാടിയാണ്. ഇതിന് ചാർജ് ഈടാക്കുന്നത് 50 രൂപയാണ്. ഇത് നമ്മൾ മുകളിൽ നിന്ന് വീഡിയോ എടുത്താണ്ട് നല്ല രസമുള്ള പ്രോഗ്രാമാണ്. അതേപോലെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഹൊററിൻ്റെ ഒരു സ്റ്റോളുണ്ട്. ആ സ്റ്റോളിൽ നമുക്ക് കയറാം, പക്ഷെ അവിടെ വീഡിയോ അലൗഡ് അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ കയറുന്നുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് കയറുന്നുണ്ട്. അതിന് വരുന്നത് 40 രൂപയാണ് ചാർജ് വരുന്നത്. ടൈം ഔട്ടായോ? ഇവിടെ ഒരു എസ്കേപ്പ് റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറേ കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വരെ കൂടെ അങ്ങോട്ട് കയറാം. ചേട്ടാ എന്തെങ്കിലും ഐഡിയ ഇട്ടുണ്ടോ? 01 ഇതൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. നല്ല പരിപാടിയാണല്ലോ. എടാ ഇതിലൊരു ഡേറ്റ് ഉണ്ട് കേട്ടോ. ഇതിലൊരു ഡേറ്റ് ഉണ്ട്. അന്നല്ലല്ലോ, 2 വരുന്നുണ്ടോ? August 2. എടാ 2 ആണോ? 2 ആണോ? എത്ര നമ്പർ ഉണ്ട് ഇതിൽ? എത്ര നമ്പർ ഉണ്ട് ഇതിൽ? എത്ര നമ്പർ ഉണ്ട്?
ടോട്ടൽ 4 ഇവിടെ ടൈറ്റാനിക്കിന്റെ ഇതില് നമ്പർ ഉണ്ട്. ഇവിടെ ഒരു 5 ഉണ്ട് ഇവിടെ. നടക്കുവോ ബ്രോ വല്ലതും? എസ്കേപ്പ് ആകുമോ? ഇവിടെ ലൈറ്റ് ഇല്ല. ഇവിടെ എന്താ ലൈറ്റ് ഇല്ല? ഹലോ ലൈറ്റ് ഇല്ല. ഇവിടെ ഈ ടോർച്ച് ഉണ്ട്. ആ ടോർച്ചിൽ എടുത്തിട്ട് ലൈറ്റ് അടിക്കാം. എത്ര വരണേ? 3 numbers ആടാ. എടാ എല്ലാ സൈഡിലും നോക്ക്. അതിലെത്ര വരണേ? അയ്യോ ഓക്കെ. എടാ ടോർച്ച് അടിക്കടാ. ഒന്നും കാണുന്നില്ലല്ലോ. ഇവനെ എടുക്ക. എടാ ഇത് നോക്ക്, ശരിക്കും നോക്ക്. ഇത് ടിക്കറ്റ് ആണ്. ഇത് വായിക്ക്. ഇത് ഇതാ ഇവിടെ. ഇതെന്തോ ഒരു ഇക്വേഷൻ. ഇതിന്റെ നമ്പർ അവിടെ ഇതിന്റെ ഇക്വേഷൻ നോക്കടാ. ഈ 3 നമ്പർ. എംജിന്റെ ഇക്വേഷൻ ഏതാ നോക്ക്. ഇത് നോക്കി കൊണ്ടടി. ഇതാ നമ്പർ അവൻ എന്തോ അടിച്ച കിട്ടിയെന്നാ. ഇതെന്താടാ? ഇതെന്താ ഇതെന്താ? ഡീപ്പ്. ഇത് മുകൾക്കാണ് ആരോ കൊടുത്തിട്ടുള്ളത്. ഇതെന്താ ആരോ കൊടുത്തിട്ടുണ്ട് അതിന്? ഇതെന്താ കത്തിക്കാണ്ട് കേട്ടോ. പൊട്ടിയോ? അങ്ങനെ മോട്ടോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻട്രി ടൈമാണ്. അപ്പൊ നേരെ ഗ്രൗണ്ടിൽ പോകും. സൗണ്ടാണ് കേൾക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നല്ല സൗണ്ട് ഉണ്ട്. ഒന്ന് പരിചയപ്പെടുത്തു. മോട്ടോ വ്ളോഗർ ആണ്. എല്ലാവർക്കും അറിയില്ല, കുറച്ച് പേർക്ക് അറിയാം. ചെറിയൊരു ഒരുപാട് ആൾക്കാർക്ക് അറിയാം. എല്ലാ ചാനലുകൾക്ക് ഉണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. കുറച്ചുള്ളൂ. ബ്രോ എവിടെയാണ്? വീട് എവിടെയാണ്? ഇത് തുടങ്ങിയിട്ട് എത്രയായി? അങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്. ചാനൽ തുടങ്ങിട്ടോ? ചാനലല്ല, ഈ ഒരു വണ്ടിന്റെ ഈ ഒരു ക്രൈസ് തുടങ്ങിയിട്ട്. വണ്ടിന്റെ ക്രൈസ് തുടങ്ങിയിട്ട് അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ക്രൈസ് ആണ്. അത് പിന്നീട് ഇങ്ങനെ വണ്ടികളായി. ഒന്ന് പൊക്കി പിടിച്ചോളൂ. അത് പിന്നീട് ഇങ്ങനെ വണ്ടികളായി ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ല വേറെ ഒന്നും. ഞാൻ വടക്കാഞ്ചേരിയിൽ. ഇപ്പൊ ഈ വണ്ടിന്റെ തന്നെയാണ്? വണ്ടിന്റെ ഫീൽഡ് തന്നെയാണ്. വണ്ടി ഫീൽഡ് തന്നെയാണ്. അപ്പൊ നമ്മള് വണ്ടിയായിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നാണ്. എങ്ങനെ ചാനലുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ആക്കി കൊടുക്കുക. ലത്തി വ്ളോഗ്സ്. ഓക്കെ, പറയാനുള്ളൂ. ഓക്കെ,
അപ്പോൾ നമ്മൾ മിനി കോപ്പറിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക്? ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മോട്ടോർ ഷോ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരെ നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പേരൊക്കെ ഉണ്ടോ? എല്ലാരും ഫസ്റ്റ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ ആണ്. ഇവിടെ തന്നെയാണോ വീട്? പാലക്കാട്. രണ്ടോളം പാലക്കാട്. നാഗലാൻഡ് ആണല്ലേ? അപ്പൊ ഓക്കെ, താങ്ക് യു. കോമ്പൗണ്ടിന്റെ ഉള്ളിലായിട്ട് വേറൊരു ഇതും കൂടി ഉണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. മുകളിലും താഴേക്കായിട്ട് പരിപാടികളുണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ ഉള്ളിൽ പോയിട്ട് അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ഇവിടെ എന്താന്നുള്ളത് അറിയില്ല, കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. അപ്പം നോക്കട്ടെ. ഇപ്പൊ നമ്മൾ പോണ സ്റ്റോള് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ചെയ്താണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പണ്ട് കുറെ ഇതൊക്കെ തലത് കുത്തിയിരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും തലയിലൊന്നും കയറുന്നില്ല. ഇവർ പറഞ്ഞിരുന്നു. ഇത് UG കേബിളാണ്, അണ്ടർഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന കേബിളാണ്. ഇതൊരു 3 കോർ കേബിളാണ്. 3 കേബിൾ ഉണ്ട്. കൂടുതൽ കറണ്ട് ട്രാൻസ്മിഷൻ ഈ കേബിളാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഷോളാണിത്. അതിൻ്റെ മുന്നിലുള്ള ഒരു ഡിസ്പ്ലേ ആണിത് കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. നല്ല തിരക്കുണ്ട് കേട്ടപ്പോൾ. അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് നോക്കാം. ഓരോ വണ്ടീൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാമെന്നാണ് തോന്നുന്നത്. അതേപോലെ ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ക്ഷീണിച്ച് വന്നിരിക്കുന്ന ടൈമിലാണ് ഇവരെ പരിചയപ്പെട്ട്. ഇവർ നെഹ്റു കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസുകളാണ്. ഇവരെല്ലാവരും നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടാണ്. മാറിപ്പോയി. 3rd ഇയർ സ്റ്റുഡൻസുകളാണ്. ഇവര് എല്ലാവരുടെ ഡ്രസ്സും ഒരേ കളർ ആയതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ വന്നിരുന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട സംഭവങ്ങൾ പറയും. പരിചയപ്പെട്ട സംഭവങ്ങളോ? ചേട്ടന്റെ വ്ളോഗിന്റെ പേരെന്തായിരുന്നു? ലത്തി വ്ളോഗ്. പരിചയപ്പെട്ട ഇവളിലൂടെയാണ് ഈ ചേട്ടൻ പരിചയപ്പെട്ടത്. ഞാൻ ഈ ചേട്ടനോട് കുറച്ച് സ്പേസ് തരാൻ ചോദിച്ചിരിക്കുക. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞ് തരികയല്ലെന്ന്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത്. സെലീഷ്യ, അനു, ഏഞ്ചൽ, ജസ്മി ജോയ്, അഞ്ജലി, അർച്ചന, ആർദ്ര, ആഷിം റഹ്മാൻ, അഭിജിത്ത്. ഒരാള് വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന ആളെ പേരൊന്ന് പറയൂ. വീഡിയോ എടുക്കുന്ന ആൾക്കാർ നാണായി പറയൂ. അലീന വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അംബിക, ആരാണ്? ഇതൊരു ഷർട്ടിന്റെ ബാക്കിലുള്ള ഡിസൈൻ ഇതാണ് വരുന്നത്. ഇത് ഫ്ലൂറസെന്റ് ആണല്ലേ? നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് ഉണ്ടോ? ഈ കൊച്ച് ഭരതനാട്യം കാണുന്നില്ല. ഈ കൊച്ച് ഭരതനാട്യത്തിനുണ്ട്, കുച്ചിപ്പുടിക്കുണ്ട്, മോഹിനിയാട്ടത്തിനുണ്ട്, ഇങ്ങനെ ഓട്ടംതുള്ളലിനുണ്ട്. എന്നെ രക്ഷിക്കൂ.
പെട്ടുപോയി guys, പെട്ടുപോയി, ശരിക്കും പെട്ടുപോയി. പോവല്ലേ അപ്പൊ എനിവേ താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ ബൈ. ഒരു ഉപകാരം ഉണ്ടായിട്ടാ. പരിപാടി ഉണ്ടായിരുന്നു, അതിൽ കയറി പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാതെ പോകുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ സ്റ്റണ്ടിങ്ങിൻ്റെ ഒരു പരിപാടി ഉണ്ട്, അത് നമുക്ക് കാണാം. അതേപോലെ തന്നെ അതിന് ശേഷം ഒരു ഡിജെ നൈറ്റ് അങ്ങനെ എന്തോ ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഇപ്പോൾ സൈക്കിൾ സ്റ്റണ്ടിങ് ഇപ്പോൾ നടക്കുന്ന പറഞ്ഞത്, അപ്പോൾ അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ട ബാക്കിലാണുള്ളത്. ആ ടീമാണ് സൈക്കിൾ സ്റ്റണ്ടിങ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.